ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത് നമ്മൾ 6ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതാരാണ് മൈക്രോസ്കോപ്പ് ആണല്ലേ. എന്തിനു വേണ്ടിട്ടാ? നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികളെ അല്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് ഇവ എന്ത് ചെയ്യും, ഇത് കാണിച്ചു തരും അല്ലേ. നോക്കാലോ. എ മൈക്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സീ മൈക്രോ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ബൈ നാക്കഡ് ഐ അല്ലെ. നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ എന്ത് ചെയ്യും, കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഏതാണ് ഈ ഒരു പിക്ചർ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും. അപ്പൊ ഏതാണ് ഈ ഒരു പിക്ചർ കണ്ടാൽ മക്കൾക്ക് എന്ത് ഓടണം, മൈക്രോസ്കോപ്പ് ആണെന്ന് അറിയണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൈക്രോസ്കോപ്പ് എന്താണെന്ന് ഉള്ള കാര്യം പഠിച്ചു വെക്കണം. ഓക്കെ, നോക്കി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിസംസിനെ കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നമ്മൾ ജീവികൾ അല്ലെ, സൂക്ഷ്മജീവികളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സൂക്ഷ്മജീവികൾ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാതെ ജീവികളാണ് സൂക്ഷ്മജീവികൾ. നമ്മൾ നഗ്നനേത്രം എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ ഒരു നാക്കഡ് ഐ കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. ഇതാണ് സൂക്ഷ്മജീവികൾ. പക്ഷെ നമുക്ക് ആര് കാണിച്ചു തരും? മൈക്രോസ്കോപ്പ് കാണിച്ചു തരും. ഓക്കെ, നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ നാക്കഡ് ഐ ആർ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ കോശങ്ങൾ അല്ലെ, സെൽസ്. നമ്മുടെ ബോഡിയിൽ കോശങ്ങൾ ഇല്ലേടാ, സെൽസ് ഇല്ലേ. അപ്പൊ എന്തിനു വേണ്ട സെല്ല്? നമ്മുടെ ബോഡിയിൽ എന്തുണ്ടെങ്കിലും അതിന് ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും അല്ലെ. വെറുതെ ആരും നമ്മളെ ബോഡിയിൽ ഇരിക്കുന്നില്ല, എല്ലാവരും എന്ത് ചെയ്യാ, വർക്ക് ചെയ്തോണ്ടിരിക്കുക അല്ലെ. നോക്കാലോ, എന്താണ് കോശങ്ങൾ, എന്താണ് സെൽസ്? അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ബോഡി മേഡപ്പ് ഓഫ് സെൽ അല്ലെ. നമ്മളെ ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ് കൊണ്ടാണ് അല്ലെ. ഒത്തിരി സെൽസ് ഉണ്ട്. ഓക്കെ, ഒത്തിരി കോശങ്ങളുണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അതായത് ബോഡിയിൽ ഒറ്റ സെല്ല് കേട്ടോ, ഒരു കോശം മാത്രം ഉള്ളത് നമുക്ക് എന്ത് പറയാം? ഏകകോശ ജീവികൾ എന്ന് പറയാം. അതായത് യൂണിസെല്ലുലാർ organisms with only one cell is called unicellular organism. ഒരു കോശം മാത്രമുള്ളത് നമുക്ക് എന്ത് പറയാം? ഏകകോശ ജീവികൾ. ഇനി നോക്കാലോ, നമ്മുടെ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങൾ ഉള്ളതിനെ നമുക്ക് എന്ത് പറയാടാ? ബഹുകോശ ജീവികൾ. മക്കൾ പഠിച്ചു വെക്കണം, ബഹുകോശ ജീവികൾ. അതായത് മോർ ദാൻ വൺ സെൽ എന്താ പറയാ, നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? മിസ് ഇപ്പം പറഞ്ഞ എന്താ മൈക്രോസ്കോപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ് സൂക്ഷ്മജീവികൾ, എന്താണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിലെ കോശങ്ങൾ അഥവാ സെൽസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിയേ, മിസ് ഇപ്പം ഏകകോശ ജീവികൾ അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം, പിന്നെ അതുപോലെ ബഹുകോശ ജീവികൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏകകോശ ജീവികൾ അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനും പിന്നെ ബഹുകോശ ജീവികൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനും എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളെ ക്ലാസ്സിലേക്ക് ഇരിക്കുന്ന മക്കൾക്ക് അറിയില്ലേടാ? അറിയാല്ലേ? അത് എന്ത് ചെയ്യുക, മക്കൾ എന്ത് ചെയ്യുക, വേഗം ഒന്ന് എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഏതൊക്കെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏതൊക്കെയാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, താങ്ക് യു.